മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ വൈകുന്നേരത്തെ ക്ലാസ് ബ്രഹ്മപുരത്തെ ഒരു നല്ല അമ്പലത്തിലായിരുന്നു. അമ്പലത്തിൻ്റെ ഭാരവാഹികളിൽ ധാരാളം വ്യക്തികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ടവരായിരുന്നു. അതിൽ കുറച്ച് പേർക്ക് എന്നെ പ്രഭാഷണത്തിന് വിളിക്കുന്നതിനോട് അത്രയും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഗോപാലകൃഷ്ണൻ കണ്ടമാനം ജാടയുള്ളവനാണ്, ജാടയുള്ളവരെയൊക്കെ എന്തിനാ ഇവിടേക്ക് വിളിക്കുന്നത് എന്ന കമന്റുകൾ അവിടെ ഉണ്ടായിരുന്നു. ഏതായാലും ഞാനവിടെ ചെല്ലുമ്പോൾ ആൾക്കാരും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് 7 മണിക്ക് ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞ് പ്രഭാഷണം ആരംഭിച്ചപ്പോൾ 200 പേരുണ്ടായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ തരംഗം ധന്യമായിട്ട് ഒഴുകുന്ന ഒരു പ്രദേശമാണ്. എൻ്റെ ജ്യേഷ്ഠനും എന്നെ അറിയിച്ചു, ഈ പ്രദേശത്ത് ജീവിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനാകണം, കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയനിൽ അംഗമുണ്ടെങ്കിലേ റിഫൈനറിയിലായാലും അപ്പുറത്തുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ടെമ്പററി ജോലി ആയാലും പെർമനന്റ് ജോലി ആയാലും കിട്ടുള്ളൂ. ഹിന്ദു ആണെന്ന് ഇവിടെ പറഞ്ഞാൽ തീർച്ചയായിട്ടും റിയാക്ഷൻ ഉണ്ടാവുന്ന സ്ഥലമാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്തുള്ള ഒരു അമ്പലത്തിലാണ് പ്രഭാഷണം. ഏതായാലും എൻ്റെ ജ്യേഷ്ഠൻ എന്നെ അറിയിച്ചു, പറയാനുള്ളതെല്ലാം പറയണം. നമ്മുടെ ബുക്സും CD-കളും ഒക്കെ വെക്കണതിൽ കുറച്ച് വിയോജിപ്പ് അവർ പ്രകടിപ്പിച്ചു. അത് വെച്ചേ മതിയാവൂ എന്ന് നമ്മൾ പറഞ്ഞു. പ്രഭാഷണത്തിലൂടെ ജനങ്ങൾക്ക് ഇത് എത്തിക്കാനുള്ളതാണ്. കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഏതായാലും അവിടെയും ആചാരങ്ങളെക്കുറിച്ച് കുറേ പറഞ്ഞു. പറയുന്നതിനിടയ്ക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നമ്മുടെ സനാതനധർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം, സനാതനം എന്ന വാക്കിൻ്റെ അർത്ഥം, ധർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം, ഈ ധർമ്മം എക്കാലവും നിലനിൽക്കുന്നതായിരുന്നു, ചിരപുരാതനവും നിത്യനൂതനവുമാണ്. മറ്റ് പല മതങ്ങളും കൊഴിഞ്ഞു പോകുമ്പോൾ, അനുയായികളില്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ തീവ്രവാദത്തിലേക്ക് പോകുമ്പോൾ, സനാതനധർമ്മത്തിൽ ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതെയാകുമെന്ന് പറഞ്ഞിരുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരെല്ലാം ഇന്ന് അമ്പലത്തിലേക്ക് പോകുന്നു. ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ പ്രഭാഷണങ്ങളിൽ കുറേ കമ്മ്യൂണിസ്റ്റുകാരെ ഉദ്ധരിക്കാറുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ ശബരിമലയിൽ ചെന്ന് തൊഴുതതും KT ജലീല് ശബരിമലയിൽ ചെന്ന് തൊഴുത് ഇനി എല്ലാ വർഷവും ഞാനിവിടെ തൊഴാൻ വരുമെന്ന് പറഞ്ഞതും, G സുധാകരൻ ശബരിമലയിൽ പണ്ട് പോകാതിരുന്ന ആള് പോയി തൊഴുത് പ്രസാദം മേടിച്ചു വരുന്നതും, താൻ രാമായണവും ഭാഗവതവും നിത്യവും വായിക്കാറുണ്ടെന്ന് പറയുന്നതും, നമ്മുടെ വേദങ്ങളും സ്മൃതി ഗ്രന്ഥങ്ങളും ചേർത്തലയിൽ കത്തിച്ച KR ഗൗരിയമ്മ ഇപ്പോൾ ഭാഗവതം 10 പേജ് വീതം എല്ലാ ദിവസവും വായിക്കുകയും ചക്കുളത്തുകാവിലെ നാരീ പൂജയ്ക്ക് കാലുനീട്ടി കൊടുക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക്. കോടിയേരി ബാലകൃഷ്ണൻ സാറിൻ്റെ വീട്ടിൽ എത്രയാ തിരുപ്പതി വെങ്കടാചലപതിയുടെ ചിത്രമുള്ളത്. അതുപോലെ വർക്കല ശിവഗിരി തീർത്ഥാടനത്തിന് ശാരദാദേവിയുടെ മുമ്പിൽ കുനിഞ്ഞ് തൊഴുതുകൊണ്ട് നിന്ന ആരാധ്യനായ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രവും, അതുപോലെ തന്നെ VS അച്യുതാനന്ദന്റെ മകൻ ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂരിൽ പോകുന്നതും മുട്ടിറക്കുന്നതും, ഇതെല്ലാം അറിയണം. EK നായനാര് നമ്മുടെ നിയമസഭ ഉദ്ഘാടനം ചെയ്തപ്പോൾ 3 മണിക്ക് അവിടെ ഗണപതി ഹോമം വാസുദേവൻ നമ്പൂതിരിയെ കൊണ്ട് നടത്തിച്ചതും, നോർത്ത് കേരളയിലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഒരു പർട്ടിക്കുലർ നിലയിൽ ധാരാളം മരണം സംഭവിക്കുമ്പോൾ ആരും അറിയാതെ ആ ആശുപത്രിയിൽ ഗണപതി ഹോമം നടത്തിയതും മൃത്യുഞ്ജയ ഹോമം നടത്തിയതും, അതുപോലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ ഇടതുപക്ഷമാണെങ്കിലും അവരുടെ തറവാട് ക്ഷേത്രവും എല്ലാം നവീകരിക്കാനും എല്ലാം മുമ്പോട്ട് വരുന്നതും, PK വാസുദേവൻ നായരുടെയും P ഗോവിന്ദപിള്ളയുടെയും കുടുംബാംഗങ്ങൾ പെരുമ്പാവൂരിനടുത്ത് പുല്ലുവഴിയിലുള്ളവർ എല്ലാം അമൃതാനന്ദമയുടെ ആശ്രമത്തിലേക്ക് നിരന്തരം പോകുന്നതും, ഇതെല്ലാം
ഇതെല്ലാം നമ്മൾ അറിയണം. അടിമുടി സമൂഹത്തിൽ വരുന്ന മാറ്റം എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവിടെ യുക്തിവാദികൾ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചു, സാറിൻ്റെ വീക്ഷണത്തിൽ യഥാർത്ഥ യുക്തിവാദം എന്താണ് എന്നൊന്ന് സ്റ്റേജിൽ പറയുമോ എന്ന് ചോദിച്ചു. ഞാൻ സ്റ്റേജിൽ പറഞ്ഞു, യഥാർത്ഥ യുക്തിവാദി എന്ന് പറയുന്നത് ഇന്നത്തെ രീതിയിലുള്ള യുക്തിവാദിയല്ല, ഇന്ന് യുക്തിവാദം എന്ന വാക്കിന് കൊടുക്കുന്ന അർത്ഥവുമല്ല. ഇന്നത്തെ യുക്തിവാദികളുടെ യുക്തിവാദത്തെക്കുറിച്ച് അവര് നമ്മുടെ നാടിൻ്റെ പൈതൃകത്തെ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും അതേ സമയത്ത് വേറെ മറ്റ് മതങ്ങളുടെ അന്ധവിശ്വാസങ്ങളെയും ദുരാചാരങ്ങളെയും ഒരു വിധത്തിലും തൊടാതിരിക്കുകയും ചെയ്യാം. ഹിന്ദുവിനെ മാത്രം അടിക്കുകയും പരിക്കേൽപ്പിക്കുകയും നിരാകരിക്കുകയും നിഷേധിക്കുകയും പുച്ഛിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നതാണ് യുക്തിവാദം. ഇവിടെ ഇവർ ശരിക്കും യുക്തിവാദികളാണെങ്കിൽ അമ്മ ചൂണ്ടിക്കാണിക്കുന്ന ആളെയാണ് ഇവർ അച്ഛാന്ന് വിളിക്കുന്നത്. അമ്മ എന്ന് പറയുന്നത് തന്നെ എന്ത് തെളിവായി ഇവർക്കുള്ളത്? യഥാർത്ഥത്തിൽ അമ്മയെ അമ്മ എന്നും അച്ഛനെ അച്ഛൻ എന്ന് വിളിക്കാൻ നല്ല യുക്തിവാദിയാണെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, പണ്ടത്തെ അല്ല, അച്ഛൻ്റെയും അമ്മയുടെയും മകൻ്റെയും DNA ടെസ്റ്റ് നടത്തിയിട്ട് ഈ അച്ഛൻ്റെ തന്നെ മകനാണ് അമ്മയുടെ തന്നെ മകനാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം അവരെ അമ്മ അച്ഛന്ന് വിളിക്കാൻ. അതാണ് യുക്തിസഹജമായിട്ടുള്ളത്. തെളിവില്ലാതെ ഒന്നും വിശ്വസിക്കരുത്. ഇതിപ്പോ അമ്മയിൽ അച്ഛൻ ഗർഭം ധരിച്ചപ്പോഴത്തേക്കും മക്കളത് കണ്ടിട്ടില്ല. ഈ അമ്മ പറയുന്ന ആളെയാണ് മക്കള് അച്ഛാന്ന് വിളിക്കുന്നത്. അതിലെന്ത് യുക്തിയാവുള്ളത്? അയാൾ പറഞ്ഞത് ശരിയാണെന്നുള്ളതിന് എന്ത് തെളിവാവുള്ളത്? ആ രീതിയിൽ നോക്കാം. അതേപോലെ തന്നെ യുക്തിവാദികൾ ഈ അടുത്ത കാലത്ത് വലിയൊരു മഹായജ്ഞം നടത്തി. ദേവസ്വം ബോർഡിന്റെ ഫേസ്ബുക്കിലോ എവിടെയോ ശബരിമലയിൽ സംസാരിക്കാത്ത ഒരാൾ സംസാരിച്ചു എന്നെഴുതിയപ്പോൾ അതിനെതിരെ യുക്തിവാദികൾ പരീക്ഷണം നടത്താൻ പോയി. അതേ യുക്തിവാദികൾ പറയേണ്ടിയിരുന്നു ദൈവത്തിന് കന്യാമറിയത്തിൽ ഗർഭം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന്. ഈ ക്രിസ്തുമതം നിലനിൽക്കുന്നത് തന്നെ മനുഷ്യന്റെ പാപം പരിഹരിക്കാൻ ഒരു മനുഷ്യനെ ദൈവം സ്ത്രീയിൽ ഗർഭം ധരിപ്പിച്ച് ഉണ്ടാക്കി ആടിനെയും കോഴിയെയും പശുവിനെയും അറുത്ത് ബലി കൊടുക്കുന്ന മാതിരി ആ മനുഷ്യനെ ബലി കൊടുത്തു ദൈവം. എന്തിനു വേണ്ടി? മനുഷ്യന്റെ പാപത്തിന് വേണ്ടി. അപ്പൊ ദൈവത്തിന് ഒരു സ്ത്രീയുടെ അണ്ഡവുമായിട്ട് ചേരാനുള്ള ബീജം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? അതേപോലെ കുരിശിൽ മരിച്ചു എന്ന് ബൈബിള് പറയുന്നു എന്നിവര് പറയുന്നു. ബൈബിളിൽ അത് പറയണില്ല. യോഹന്നാനായാലും മാർക്കായാലും ലൂക്കായാലും ആരും മാത്യു ആയാലും യേശുക്രിസ്തു കുരിശിൽ മരിച്ചു എന്നോ താഴെ മരിച്ചു എന്നോ പറഞ്ഞിട്ടില്ല. ഈ മരിച്ച വ്യക്തി പുനർജനിക്കും എന്നുള്ളത് യുക്തിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നതാണോ? എനിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ വേറൊരാൾ ഭക്ഷണം കഴിച്ചാൽ മതിയോ? എനിക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ വേറൊരാൾ വെള്ളം കുടിച്ചാൽ മതിയോ? എൻ്റെ ശരീരത്തിൽ വേദനയുണ്ടെങ്കിൽ വേറൊരാൾ മരുന്ന് കഴിച്ചാൽ മതിയോ? അപ്പൊ ഈ വിശപ്പും വേദനയും രോഗവും ദാഹവും അതുപോലെ തന്നെയുള്ള ദുഃഖങ്ങളും ട്രാൻസ്ഫറബിൾ അല്ലാത്ത സ്ഥിതിക്ക്, KSRTC ടിക്കറ്റ് പോലും ട്രാൻസ്ഫർ അല്ലാത്ത സ്ഥിതിക്ക് മനുഷ്യന്റെ പാപത്തിന് വേണ്ടിയിട്ട് യേശുക്രിസ്തു മരിച്ചു എന്ന് പറയുന്നത് പാപം ട്രാൻസ്ഫറബിൾ ആണോ? അത് മാത്രമല്ല, ഇനി അഥവാ മനുഷ്യന്റെ പാപത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയതെങ്കിൽ പിന്നെയും എന്തിനാ ഇവരെ ഇങ്ങനെ പാപികളെ എന്ന് വിളിക്കുന്നത്? ഇവരുടെ പാപമെല്ലാം പോയില്ലേ? പാപത്തിന്റെ പ്രതിഫലമാണ് മരണമെങ്കിൽ പാപം കഴിഞ്ഞല്ലോ ക്രിസ്ത്യാനികളുടെ. അപ്പൊ പിന്നെ എന്തിനാ അവരെ പാപികളെ എന്ന് വിളിക്കുന്നത്? അവർക്ക് മരണം ഉണ്ടാവാൻ പാടില്ലല്ലോ. പാപത്തിന്റെ പ്രതിഫലമാണ് മരണമെങ്കിൽ, പാപത്തിന്റെ ശമ്പളമാണ് മരണമെങ്കിൽ. അതേപോലെ തന്നെ ആ യേശുക്രിസ്തുവിന്റെ ചോര കുടിക്കുക, യേശുക്രിസ്തുവിന്റെ ശരീരം അപ്പമായിട്ട് കഴിക്കുക, ആ യേശുക്രിസ്തു മുൾക്കിരീടവും വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന രൂപത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് എൻ്റെ പാപം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുക, നെഞ്ചത്തടിച്ച് ദൈവശുശ്രൂഷയും ഗാനശുശ്രൂഷയും സുവിശേഷ പ്രസംഗത്തിന്റെ ഓരോ തരത്തിലുള്ള വികൃത ഭാവങ്ങളും കാണിക്കുക. ഇതിനെതിരെ എന്താ ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ഒന്നും പറയാത്തത്? യെച്ചൂരി എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ബിഷപ്പിന്റെ മുമ്പിൽ കുമ്പസാരിക്കുന്ന രീതിയിൽ നിൽക്കുന്നു. ഇതേ യെച്ചൂരിയുടെ പാർട്ടിക്കാരും ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ
ഒരു പള്ളിയിൽ അച്ഛൻ ബലാത്സംഗം ചെയ്ത് 2 ജീവപര്യന്തം തടവിന് കോടതി ശിക്ഷിച്ചപ്പോൾ അത് ഇന്ത്യ കമ്മ്യൂണിസ്റ്റുകാർ മിണ്ടിയില്ല, ദേശാഭിമാനിയിൽ വന്നില്ല, കൈരളി ചാനലിൽ വന്നില്ല. അമൃതാനന്ദമയിക്കെതിരെ ആക്രോശിച്ചപ്പോൾ ഒരാളെ ന്യൂയോർക്കിലേക്ക് അയച്ച് ഇന്റർവ്യൂ നടത്തിയിട്ട് അവരെ ഇവിടെ അവഹേളിച്ചതല്ലേ? എല്ലാം പോയിന്റ് ബൈ പോയിന്റായിട്ട് പറഞ്ഞു. ഹിന്ദുവിനെ അവഹേളിക്കണം, മഹാഭാരതത്തെ അവഹേളിക്കുന്ന പിണറായി വിജയൻ സാറിന്റെ പ്രഭാഷണം, അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ വിവരമില്ലെങ്കിൽ മിണ്ടാതിരിക്കല്ലേ നല്ലത്. അങ്ങനെ ഓരോ പോയിന്റും പറഞ്ഞ് പിന്നെ മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ ശരീരത്തിന് അത് മറ്റ് സ്ഥലത്ത് പറഞ്ഞതുപോലെ ഇവിടെയുള്ള യുക്തിവാദികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും മനസ്സിലാകാവുന്ന വിധത്തിൽ തന്നെ പറഞ്ഞു കൊടുത്തു. അല്ല, നല്ല ഒരനുഭവം. പ്രതിഷേധത്തിൻ്റെ ചെറിയ അപസ്വരങ്ങൾ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ മൂലയ്ക്ക് കേട്ടു. എങ്കിലും വന്നവർ അസാധാരണമായ വിധത്തിൽ പോസിറ്റീവായിരുന്നു. കുറേ അധികം CD-കൾ കോപ്പിയെടുത്ത് വിതരണം ചെയ്യാനായിട്ട് അവർ കൊണ്ടുപോയി, പുസ്തകങ്ങൾ കൊണ്ടുപോയി, 24 ഷീറ്റ് നമ്മുടെ പൈതൃകത്തിലുള്ള ശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ളത് കൊണ്ടുപോയി. ഇങ്ങനെ ഒരു വലിയൊരു അനുഭവമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫെബ്രുവരി 2, 3 തീയതികളിലെ പ്രഭാഷണ പരമ്പരകൾ ഇത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ആ വിഷയത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും വരുന്ന ധാരാളം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് പകരം ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മുഴുവനും ഇതുമാതിരിയുള്ള പ്രഭാഷണങ്ങളിൽ പറഞ്ഞതുമായിട്ട് എടുത്തു പറയുമ്പോൾ കുറച്ച് വിരസത ഉണ്ടാവുകയുമില്ല, പഠിച്ചതൊന്ന് ഓർമ്മിക്കാനും സാധിക്കും. പ്രണാമം, നമസ്കാരം.